ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ഞങ്ങൾ മോളുടെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ പോവുകയാണ്. നാളെയാണ് അരങ്ങേറ്റം. അപ്പോൾ വഴിയിൽ നിന്ന് മോളുടെ ഒരു ഫ്രണ്ടും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തൃശ്ശൂരെത്തി. അവിടെ നിന്നും ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു മോളുടെ ഡാൻസ് ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ പാഞ്ചജന്യത്തിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എത്തി കുറച്ച് വെയിറ്റ് ചെയ്തു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ലിഫ്റ്റ് കേടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. നല്ല റൂമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പറ്റിയ തൊഴുകാം എന്നുള്ളൊരു ഇതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തിരക്കുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, എന്തായാലും നന്നായിട്ട് തൊഴുകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയ ഫീലാണല്ലേ. ശരിക്കും ഗുരുവായൂർ പോകുമ്പോൾ വേറൊരു അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരക്കൊന്നുമില്ലാണ്ട് തൊഴുകാനും പറ്റിയത് വളരെ സന്തോഷമായി. അമ്മയ്ക്കാണെങ്കിലും ഒരുപാട് ക്യൂ ഒന്നും നിൽക്കാണ്ട് അങ്ങനെ നമുക്ക് തൊഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടെയൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നു. രാത്രി ആയപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരെയും കാണാനായിട്ട്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ. കടകളിൽ കൂടെ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണന്മാരെയൊക്കെ കണ്ടു വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇനിയൊന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചിലങ്ക ഫാൻസിയിലൊന്ന് പോകണം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. മോളെ രാവിലെ മേക്കപ്പിന് വേണ്ടിയിട്ട് 3 മണിക്ക് എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പനീർ ദോശയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പഴയിടം രുചിയിൽ നിന്നാണ് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ടീച്ചർ വേറെ ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വേണം നമുക്കിനി വളയും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് ചിലങ്കയിൽ പോകാനുണ്ടായിരുന്നു. ടീച്ചർക്ക് ഒരു വിളക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് കറങ്ങാനിറങ്ങി. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് കുറച്ച് നടക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് രാത്രി ഇപ്പോൾ നമ്മളെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. വളകളും എല്ലാം കണ്ട് മഞ്ഞളിച്ചു എന്ന് പറഞ്ഞപ്പോൾ എത്രമാത്രം വളകളുടെ കളക്ഷനാണ് അവിടെ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം കളക്ഷനുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കടലയൊക്കെ വാങ്ങി കുറച്ച് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെയൊക്കെ മേക്കപ്പിനായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മേക്കപ്പൊക്കെ കഴിഞ്ഞ് കുട്ടികളെ തൊഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോളുടെ 3ാമത്തെ അരങ്ങേറ്റമാണ്. കുച്ചിപ്പുടിയാണ്. അപ്പോൾ അതാണെങ്കിൽ പ്ലേറ്റിലൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്ന മൊന്തയെല്ലാം തലയിൽ വെച്ച് അതൊക്കെ ആകെ ഒരു ടെൻഷനായിരുന്നു എല്ലാം കഴിയുന്നത് വരെ. ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് അപ്പോഴേക്കും പിന്നെ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമെല്ലാം ആയിട്ടുണ്ടായിരുന്നു. വേഗം ഫുഡ് കഴിച്ചു. പഴയിടം രുചിയിൽ നിന്ന് തന്നെയാണ് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. മട്ടരിച്ചോറും വെള്ളച്ചോറും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊന്നിച്ചോറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സാമാന്യം നല്ല ഒരു ഊണായിരുന്നു. പിന്നെ ഗോതമ്പ് പായസം എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോഴേക്കും ആകെ വിഷമമായി. വരുന്ന സന്തോഷം പോകുമ്പോൾ എന്തായാലും കാണില്ലല്ലോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഷൊർണൂരൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ഒരു ഉഷാറില്ല തിരിച്ചു വരുമ്പോൾ. എന്തായാലും നല്ല കാലാവസ്ഥയായിരുന്നു. ഇത്ര നേരം നന്നായിട്ടൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ നല്ല ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടെത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ. ബായ്.